നയപ്രഖ്യാപന പ്രസംഗത്തിൽ സോണിയാഗാന്ധിയുടെ പ്രതികരണത്തെ ചൊല്ലി വലിയ രാഷ്ട്രീയ വിവാദമാണ് ഇന്ന് അരങ്ങേറിയത്. പാവസ്ത്രീ വായിച്ചു തീർന്നപ്പോഴേക്കും തളർന്നുപോയി എന്ന പരാമർശത്തിൽ രാഷ്ട്രപതി ഭവൻ കടുത്ത അതൃപ്തിയാണ് ഇന്ന് രേഖപ്പെടുത്തിയത്. പിന്നാക്ക വിഭാഗങ്ങളെ സോണിയാഗാന്ധി അപമാനിച്ചെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കുറ്റപ്പെടുത്തുകയും ചെയ്തു. സോണിയാഗാന്ധിയുടെ വാക്കുകൾ വളച്ചൊടിച്ചെന്നാണ് വിവാദത്തിൽ ഇടപെട്ടുകൊണ്ട് പ്രിയങ്ക ഗാന്ധി വിശദീകരിച്ചത്. No, the president was getting very tired by the end. Repeating the same thing again and again. No, she could hardly speak, poor thing. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് ശേഷം പാർലമെന്റിന് പുറത്ത് സോണിയാഗാന്ധി നടത്തിയ പ്രതികരണമാണ് വിവാദങ്ങൾക്കിടയാക്കിയത്. പിന്നാലെ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി രാഷ്ട്രപതി ഭവന്റെ അസാധാരണ വാർത്താക്കുറിപ്പ്. രാഷ്ട്രപതിയുടെ അന്തസ്സിനെ മുറിവേൽപ്പിക്കുന്ന പ്രസ്താവന അംഗീകരിക്കാനാകില്ലെന്ന പ്രതികരണം. രാജ്യത്തെ പിന്നോക്ക വിഭാഗത്തെയാണ് സോണിയാഗാന്ധി അപമാനിച്ചതെന്ന് ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. कांग्रेस का शाही परिवार उनके अपमान पर उतर आया है. शाही परिवार के एक सदस्य ने कहा कि आदिवासी बेटी ने बोरिंग भाषण दिया. സോണിയാഗാന്ധി അപമാനിച്ചിട്ടില്ലെന്ന വിശദീകരണവുമായി പ്രിയങ്ക ഗാന്ധി രംഗത്ത്. വാക്കുകൾ വളച്ചൊടിച്ചെന്നും രാഷ്ട്രപതിയോട് ബഹുമാനമേയുള്ളൂ എന്നും പ്രിയങ്ക. And I think it's very unfortunate that this kind of thing is twisted by the media. They are both respected people. They are older than us. They are a certain age now, and it's pretty clear that she means no disrespect. സോണിയാഗാന്ധിയുടെ പ്രസ്താവന വരണ്യ മനോഭാവത്തിൽ നിന്നെന്ന് BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ കുറ്റപ്പെടുത്തി. ബജറ്റ് സമ്മേളനത്തിൽ സോണിയാഗാന്ധിയുടെ പരാമർശം ഇരുസഭകളിലും വിവാദങ്ങൾക്കിടയാക്കുമെന്ന് ഉറപ്പ്. 24 ഡൽഹി.